നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജ് വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. പാഠ്യപദ്ധതിയുടെ ഭാഗമായാണ് സന്ദർശനം നടത്തിയത്. തിരുവടി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ നോട്ടീസ് പുറത്തിറക്കി. ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ നോട്ടീസിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. തൃപ്രയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ 4 പേർക്ക് പരിക്ക്. തൃപ്രയാർ സെൻട്രൽ SNDP LP സ്കൂളിന് മുന്നിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടമുണ്ടായത്. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജ് വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. പാഠ്യപദ്ധതിയുടെ ഭാഗമായാണ് സന്ദർശനം നടത്തിയത്. സ്ഥാപനത്തിലെ ഭരണപരവും ചികിത്സാപരവുമായ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുകയായിരുന്നു ലക്ഷ്യം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിക്കേഷനും ഒരു സമ്പർക്കമൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണ് വൈദ്യരത്നം. എന്ത് തന്നെയായാലും നേരത്തെ നിങ്ങൾ 2ാം വർഷ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് ഈ പ്രവർത്തനത്തിനോട് എത്രത്തോളം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ദൈനംദിന പ്രവർത്തനങ്ങളായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷെ കൂടുതൽ ഇതിൽ ഇടപഴകുന്ന സമയത്താണ് കൂടുതലായിട്ട് മനസ്സിലാവുക. പക്ഷെ നിലവിൽ നമ്മുടെ നാട്ടിലൊരു സ്ഥിതി എന്നുള്ള നിലയിൽ നേരത്തെ ഡോക്ടർ ഒരു വാക്ക് പറഞ്ഞു, വെൽനസ് സെൻറ്റർ. പഴയ ഡിസ്പെൻസറി അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ആയുർവേദ ആശുപത്രി എന്നുള്ള വാക്കൊക്കെ മാറി വെൽനസ് സെൻറ്റർ എന്ന് പ്രയോഗിക്കാനുള്ളൊരു കാരണം അത്തരത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെൽനസ് സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പുകൾ, യോഗ ക്ലാസ്സുകളൊക്കെ തുടങ്ങി. സ്വാഭാവികമായിട്ട് നിങ്ങളെ പോലെയുള്ള വിദ്യാർത്ഥികൾ ഒരു ഡോക്ടർമാരായിട്ട് നമ്മളുടെ ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇടപഴകേണ്ട മേഖലകൾ മാറി. അവരുടെ സോഷ്യലായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള, മെൻ്റലായിട്ടുള്ള കണ്ടീഷനൊക്കെ കൂടുതൽ കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥിതി എത്തി. അപ്പോൾ നിലവിൽ അതിൻ്റെ ഒപ്പം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കാര്യം നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ഇത്തരം സർക്കാർ സംവിധാനങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുക ഇത്തരം ഭരണനിർവഹണത്തിനാണ്. വൈദ്യം നിങ്ങൾ പഠിച്ചിട്ടാണ് വരുന്നത്. നിങ്ങൾ അത് 4-5 കൊല്ലം അല്ലെങ്കിൽ 8 കൊല്ലമൊക്കെ പഠിച്ച ആളുകളാണ് ഒരു ഡോക്ടറായി മാറുന്നത്. പഞ്ചായത്ത് ആരോഗ്യകാര്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ അധ്യക്ഷനായി. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു 3-4 വിഭാഗങ്ങളുണ്ടാവില്ലേ, കുട്ടിക്കാലത്തുള്ള താല്പര്യങ്ങൾ, സിനിമയെ സ്പർശിക്കുന്നു, അങ്ങനെ പല പല മേഖലകളായിട്ടാണ് നമ്മുടെ ജനിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുക. പക്ഷെ നേരത്തെ ഡോക്ടർ പറഞ്ഞൊരു അർത്ഥവത്തായിട്ടുള്ള കാര്യമുണ്ട്. ഇവിടെ നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് രോഗികൾ, അസുഖബാധിതമായിട്ടുള്ള കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ള ആളുകൾ വരുന്നു. അസുഖ സംബന്ധമായിട്ട് നമുക്കറിയാം, നേരത്തെ ഏതൊരു കുട്ടി ചോദിച്ചു മരുന്ന് സംബന്ധമായിട്ടുള്ള എത്ര മെഡിസിൻസ് ഉണ്ടെന്നൊക്കെ ചോദിച്ചു. ഒരുപാട് മെഡിസിൻസ് ഉണ്ടാവും. മരുന്ന് മാത്രം കൊടുത്താൽ അസുഖം ഭേദമാവുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രവും ആധുനിക ശാസ്ത്രമൊക്കെ പറയുന്നു മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ ഉപരി മരുന്ന് കൊടുത്ത് അസുഖം ഭേദമാവുന്നു. അതിനോടൊപ്പം തന്നെ ഒരു സാന്ത്വനവും, വാക്കുകൾ കൊണ്ടുള്ള സ്വാതന്ത്ര്യവും, അതേപോലെ സ്പർശനം കൊണ്ടുള്ള സാന്ത്വനം, നോട്ടം കൊണ്ടുള്ള സാന്ത്വനം, അങ്ങനെ പലതരത്തിലുള്ള ഒരു സാന്ത്വനം കൊണ്ട് അസുഖം ഭേദമാകുന്ന ഒരു പുതിയ മെത്തേഡിലേക്ക് വൈദ്യശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുക. മെഡിക്കൽ ഓഫീസർ വി സുനന്ദ ഭരണപരമായ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. പാലിയേറ്റീവ് ജീവനക്കാരായ മിനി, സനൽ, മേഘ മോഹൻ, ആയുർവേദ കോളേജിലെ സ്വസ്ഥാവൃത്തം അധ്യാപിക ഡോക്ടർ രേഷ്മ, യോഗ പരിശീലകൻ വിക്രം, നഴ്സ് ജെന്നി, അറ്റൻഡർ രമേഷ് കുമാർ എന്നിവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി. ആയുഷ് വെൽനസ് സെന്ററിലെ യോഗ വിദ്യാർത്ഥികൾ സൂര്യനമസ്കാരവും വിവിധ യോഗാസനങ്ങളും അവതരിപ്പിച്ചു. തിരുവടി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ നോട്ടീസ് പുറത്തിറക്കി. ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ നോട്ടീസിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു.
തിരുവഞ്ചിക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ MR വിനി, RI വിനീത, ദേവസ്വം ഓഫീസർ M സുധീർ, ഉപദേശക സമിതി അംഗങ്ങൾ, ക്ഷേത്രം ജീവനക്കാർ, ഭക്തർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അമ്മ തിരുവടിയിലേക്ക് എല്ലാവരും നല്ല നിലയ്ക്ക് തന്നെ ഈ നവരാത്രി കൊണ്ടു നടക്കുക. ഇത്രയും കാലം നല്ല നിലയ്ക്ക് തന്നെയായിരുന്നു. ഇക്കൊല്ലം അതേമാതിരി ഭംഗിയായിട്ട് തന്നെ പോട്ടെന്നും അമ്മ തിരുവടിയോട് പ്രാർത്ഥിക്കുന്നു. തൃപ്രയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ 4 പേർക്ക് പരിക്ക്. തൃപ്രയാർ സെൻട്രൽ SNDP LP സ്കൂളിന് മുന്നിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടമുണ്ടായത്. ദേശീയപാതയിലൂടെ പോയിരുന്ന 4 കാറുകളും ചരക്ക് കയറ്റിയ ഒരു ടെമ്പോയും റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. SNDP സ്കൂളിന് സമീപത്ത് നിന്ന് ദേശീയപാതയിലേക്ക് ടെമ്പോ പ്രവേശിക്കുന്നതിനിടയിലായിരുന്നു അപകടം. ദേശീയപാതയിൽ ടെമ്പോ കയറിയതിനു പിന്നാലെ എതിരെ വന്ന കാറുകളുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട കാറുകളിലൊന്ന് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട സ്കൂട്ടറിലും ഇടിച്ചാണ് നിന്നത്. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ ഭാഗികമായി തകർന്നു. അപകടത്തിൽ പരിക്കേറ്റ 4 പേരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പിന്നീട് പോലീസ് ദേശീയപാതയിൽ നിന്നും മാറ്റി ഗതാഗത തടസ്സം ഒഴിവാക്കി. വാടാനപ്പള്ളിയിൽ 8-അംഗ ചീട്ടുകളി സംഘത്തെ പോലീസ് പിടികൂടി. പ്രതികളിൽ നിന്ന് 82,670 രൂപ പോലീസ് പിടിച്ചെടുത്തു. വാടാനപ്പള്ളി ഗണേശമംഗലത്ത് കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെയാണ് സംഭവം. ഗണേശമംഗലം ഏഴാംകല്ല് സ്വദേശി ചാളിപ്പാട്ട് സുനേഷിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് ചീട്ടുകളി നടന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാടാനപ്പള്ളി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. വീട്ടുടമ ചാളിപ്പാട്ട് വീട്ടിൽ സുനേഷ്, കണ്ടശാങ്കടവ് സ്വദേശി മാമ്പുള്ളി വീട്ടിൽ ബിജിത്ത്, തൃത്തല്ലൂർ സ്വദേശികളായ വലിയകൽ വീട്ടിൽ രാധാകൃഷ്ണൻ, മോങ്ങാടി വീട്ടിൽ സന്തോഷ്, നാലകത്ത് പടുവിങ്ങൽ വീട്ടിൽ ബഷീർ, ഏഴാംകല്ല് ചാളിപ്പാട്ട് വീട്ടിൽ ബിജോയ്, വലിയ വീട്ടിൽ അഷ്റഫ്, ഏങ്ങണ്ടിയൂർ സ്വദേശി നന്ദിലത്ത് പറമ്പിൽ വേണു എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളിൽ നിന്ന് 82,670 രൂപ പോലീസ് പിടിച്ചെടുത്തു. വാടാനപ്പള്ളി SHO NB ഷൈജു, SIമാരായ സനത് N പ്രദീപ്, റഫീഖ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത്, റിഷാദ്, ദീപക് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ മർദ്ദിച്ച കുന്നംകുളം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധ സദസ്സ്. കോൺഗ്രസ്, ഏങ്ങണ്ടിയൂർ, വാടാനപ്പള്ളി, മണലൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. മുൻ MLA PA മാധവൻ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ CM നൌഷാദ്, KK ബാബു, KB ജയറാം, VG അശോകൻ, DCC അംഗം ഇർഷാദ് K ചേറ്റുവ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബൈദ മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, മണ്ഡലം പ്രസിഡന്റുമാരായ മുസ്തഫ, ഉണ്ണികൃഷ്ണൻ കാര്യാട്ട, MV അരുൺ എന്നിവർ സംസാരിച്ചു. കുട്ടമംഗലത്ത് യുവാവിനെ താമസിക്കുന്ന മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് കുരിശ്ശേരി സ്വദേശി 33 വയസ്സുള്ള സജിത്ത് കൃഷ്ണയാണ് മരിച്ചത്. രാത്രി 8:30യോടെയാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കടുത്ത ദുർഗന്ധത്തെ തുടർന്ന് പ്രദേശവാസികൾ നടത്തിയ തെരച്ചിലിലാണ് കുട്ടമംഗലം സെന്ററിലെ കെട്ടിടത്തിലെ മുറിയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടത്. മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു. പരസ്യ കമ്പനിയിലെ തൊഴിലാളിയായിരുന്നു മരിച്ച യുവാവ്. കയ്പമംഗലം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പെരിഞ്ഞനത്ത് മധ്യവയസ്കനെ കുളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിഞ്ഞനം സഹൃദയ റോഡിൽ മാടമ്പിക്കാട്ടിൽ വീട്ടിൽ ജയജീവനാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു മരിച്ച ജയജീവന്. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് മൃതദേഹം നാട്ടുകാർ കണ്ടത്. ജയജീവന്റെ വീട്ടിലേക്കുള്ള നടവഴിയോട് ചേർന്നുള്ള കുളത്തിലായിരുന്നു മൃതദേഹം. ഇദ്ദേഹം വീട്ടിലൊറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം കുളത്തിൽ നിന്ന് പുറത്തെടുത്ത് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 10,130 രൂപ, പവന് 81,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി
ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജ് വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. പാഠ്യപദ്ധതിയുടെ ഭാഗമായാണ് സന്ദർശനം നടത്തിയത്. ഊരത്തമ്മ ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന്റെ നോട്ടീസ് പുറത്തിറക്കി. ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ നോട്ടീസിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. തൃപ്രയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ 4 പേർക്ക് പരിക്ക്. തൃപ്രയാർ സെൻട്രൽ SNDP LP സ്കൂളിന് മുന്നിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടമുണ്ടായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.